ഇന്ത്യയിൽ എത്രയെത്ര പദ്ധതികളാണ് മോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത്. ബി.ജെ.പി. ഗവൺമെന്റ് ഭരിക്കുന്ന ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും കൈയഴിഞ്ഞ സഹായമാണ് കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ളത്. പക്ഷെ ചെയ്യുന്ന സഹായങ്ങൾ പകുതി വഴിയിൽ ഉപേക്ഷിക്കുന്നതാണ് പതിവ്. അങ്ങനെ ഉത്തർപ്രദേശിലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി തകൃതിയായി മുക്കിനും മൂലയ്ക്കും എയർപോർട്ടുകൾ നിർമ്മിച്ചിരുന്നു. എന്നാൽ ഉത്തർപ്രദേശിലെ വ്യോമയാന മേഖലയിൽ വലിയ വിപ്ലവം സൃഷ്ടിക്കുമെന്ന അവകാശവാദത്തോടെ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് നിർമ്മിച്ച വിമാനത്താവളങ്ങളൊക്കെയും ഇന്ന് വെറും കാഴ്ച വസ്തുക്കളായി മാറിക്കഴിഞ്ഞു. സംസ്ഥാനത്തെ 7 പുതിയ വിമാനത്താവളങ്ങളിൽ 6 എണ്ണവും ഇപ്പോൾ ഒരു വിമാനം പോലും ഇറങ്ങാനില്ലാതെ വിജനമായി കിടക്കുകയാണ്. രാജ്യത്തെ വ്യോമയാന ഭൂപടത്തിൽ ഉത്തർപ്രദേശിനെ മുൻനിരയിൽ എത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഉഡാൻ പദ്ധതി പ്രകാരം നിർമ്മിച്ച ഈ വിമാനത്താവളങ്ങൾ ഇന്ന് പ്രേത വിമാനത്താവളങ്ങൾ അഥവാ ഗോസ്റ്റ് എയർപോർട്ട്സ് എന്നാണ് വിളിക്കപ്പെടുന്നത്. വിവരാവകാശ രേഖകൾ നൽകുന്ന സൂചനകൾ പ്രകാരം 2021 വാണിജ്യ സർവീസുകൾ ആരംഭിച്ച ഈ വിമാനത്താവളങ്ങളിൽ അയോധ്യ ഒഴികെ മറ്റൊരിടത്തും ഇപ്പോൾ വിമാനങ്ങൾ എത്തുന്നില്ല. അസംഗഡ്, അലിഗഡ്, മൊറാദാബാദ്, കുശിനഗർ, ചിത്രകൂട്, ശ്രാവസ്തി എന്നിവിടങ്ങളിലെ റൺവേകൾ ഇന്ന് പൂർണ്ണമായും നിശബ്ദമാണ്. 2024 മാർച്ചിൽ വലിയ ആഘോഷങ്ങളോടെയാണ് അസംഗഡ് വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. എന്നാൽ ഉദ്ഘാടനത്തിന് തൊട്ടു പിന്നാലെ പ്രവർത്തനങ്ങൾ പെട്ടെന്ന് നിർത്തലാക്കി. റൺവേയിലെ സാങ്കേതിക തകരാറുകളും കാഴ്ചപരിധി കുറവായതും കാരണമാണ് വിമാന കമ്പനികൾ സർവീസുകൾ പിൻവലിച്ചത്. നിലവിൽ സാധാരണക്കാരായ യാത്രക്കാർക്ക് പ്രയോജനമില്ലാത്ത രീതിയിൽ ചില VIP ചാർട്ടേഡ് വിമാനങ്ങൾ മാത്രമാണ് ഇവിടെ വല്ലപ്പോഴും ഇറങ്ങുന്നത്. അലിഗഡ് വിമാനത്താവളത്തിന്റെ സ്ഥിതിയും ഇതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല. 100 കോടിയിലധികം രൂപ ചെലവഴിച്ച് അത്യാധുനിക രീതിയിൽ നവീകരിച്ച ഈ വിമാനത്താവളത്തിന് പ്രമുഖ വിമാന കമ്പനികളെ ആകർഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. 2025 ഏപ്രിൽ മാസത്തിന് ശേഷം ഇവിടെ നിന്നും ഒരു വാണിജ്യ വിമാനം പോലും പറന്നുയർന്നിട്ടില്ല. ഇപ്പോൾ പൈലറ്റ് പരിശീലനത്തിനായുള്ള ഗ്രൗണ്ടായി മാത്രമാണ് കോടികൾ മുടക്കിയ ഈ ആസ്തി ഉപയോഗിക്കപ്പെടുന്നത്. ഉത്തർപ്രദേശിലെ ബ്രാസ് വ്യവസായത്തിന്റെ കേന്ദ്രമായ മൊറാദാബാദിൽ വിമാനത്താവളം വന്നപ്പോൾ അവിടുത്തെ വ്യാപാരികൾ വലിയ പ്രതീക്ഷയിലായിരുന്നു. കയറ്റുമതിയും ഇറക്കുമതിയും സുഗമമാകുമെന്നും ബിസിനസ് വർദ്ധിക്കുമെന്നും അവർ സ്വപ്നം കണ്ടു. എന്നാൽ ഏതാനും മാസങ്ങൾ മാത്രം നീണ്ടുനിന്ന സർവീസുകളാണ് മൊറാദാബാദിലും ഉണ്ടായിരുന്നത്. സർവീസുകൾ നിലച്ചതോടെ വ്യാപാരികൾ വീണ്ടും കിലോമീറ്ററുകൾ താണ്ടി ഡൽഹി വിമാനത്താവളത്തെ തന്നെ ആശ്രയിക്കേണ്ടി വന്നു. ബുദ്ധമത തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് കോടികൾ മുടക്കി നിർമ്മിച്ച കുശിനഗർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ അവസ്ഥയും പരിതാപകരമാണ്. ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ഉദ്ദേശിച്ചുള്ള ഈ പദ്ധതി ഉദ്ഘാടനത്തിന് പിന്നാലെ തന്നെ പരാജയപ്പെട്ടു. അതുപോലെ തന്നെ ബുന്ദേൽഖണ്ഡ് മേഖലയിലെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ ഉദ്ദേശിച്ച് നിർമ്മിച്ച ചിത്രകൂട് വിമാനത്താവളം കഴിഞ്ഞ 14 മാസമായി യാതൊരു പ്രവർത്തനവുമില്ലാതെ അടച്ചിട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ വിമാനത്താവളങ്ങളിൽ യാത്രക്കാരും വിമാനങ്ങളും ഇല്ലാത്തത് എന്ന ചോദ്യത്തിന് കൃത്യമായ പ്ലാനിങ്ങിന്റെ അഭാവം എന്നാണ് ഉത്തരം ലഭിക്കുന്നത്. വിമാനത്താവളങ്ങൾ നിർമ്മിക്കുന്നതിൽ കാണിച്ച ആവേശം അവിടെ വിമാനങ്ങൾ എത്തിക്കുന്നതിലോ അല്ലെങ്കിൽ യാത്രക്കാരെ ആകർഷിക്കുന്നതിലോ കാണിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. കോടിക്കണക്കിന് രൂപയുടെ നികുതി പണം ചെലവഴിച്ച് വിപുലമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയെങ്കിലും വിമാന കമ്പനികൾക്ക് ഈ റൂട്ടുകൾ ലാഭകരമല്ല എന്ന നിലപാടാണ് ഉള്ളത്. പൂർവാഞ്ചൽ മേഖലയിലെ അസംഗഡ് പോലുള്ള സ്ഥലങ്ങളിൽ വാരണാസി അല്ലാതെ മറ്റൊരു വിമാനത്താവളം ഇല്ലാത്തത് വലിയൊരു സാധ്യതയായിരുന്നു. എന്നാൽ ആവശ്യമായ മുന്നൊരുക്കങ്ങളോ സാങ്കേതിക പഠനങ്ങളോ ഇല്ലാതെ പദ്ധതികൾ നടപ്പിലാക്കിയത് ജനങ്ങളുടെ പണം പാഴാക്കുന്നതിന് തുല്യമായി മാറി. ഓരോ ജില്ലയ്ക്കും ഓരോ ഉൽപ്പന്നമെന്ന സർക്കാരിന്റെ പദ്ധതിക്ക് കരുത്തു പകരാൻ ഈ വിമാനത്താവളങ്ങൾ പ്രാപ്തമായിരുന്നെങ്കിലും നിലവിൽ അവ വെറും നോക്കുകുത്തികളായി തുടരുകയാണ്. വിമാനത്താവളങ്ങളിലെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും സർവീസുകൾ ഉടൻ പുനരാരംഭിക്കുമെന്നും അധികൃതർ ആവർത്തിക്കുന്നുണ്ടെങ്കിലും നിശബ്ദമായി കിടക്കുന്ന റൺവേകൾ ജനങ്ങളുടെ നികുതിപ്പണത്തിന്റെ പാഴായ കഥയാണ് വിളിച്ചു പറയുന്നത്.